dear children, let's start our class with a silent prayer. How are you all? Okay, all are good and happy. So, in the previous classes we have discussed so many problems based on the generalization we have learned. Today in this class we are going to see a new concept. So, let's analyze some figures and then do an activity. All of you take a notebook and draw 3 circles like this and name each of these as figure 1, figure 2 and figure 3. Okay, I hope all of you have drawn this. And first, look at figure 1. You have a circle and while drawing the circle you know the center. And my question is, how many chords can be drawn in figure 1? Chords എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? സർക്കിൾസിലെ ഏത് രണ്ട് പോയിന്റ്സിനും നമ്മൾ ജോയിൻ ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് കോഡ്. അങ്ങനെ ആണെങ്കിൽ ഫിഗർ 1ൽ ചെയ്യേണ്ടതാണ് എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും നിങ്ങൾക്ക്? ഒന്ന് വരച്ചു നോക്കിയേ. പെൻസിലും സ്കെയിലും ഒക്കെ എടുത്ത് ഒന്ന് വരച്ചേ. ഇതൊരെണ്ണം ഒരു കോഡാണ്, അടുത്തത് അടുത്തത്, അങ്ങനെ നിങ്ങൾ പലർക്കും പല കോഡായിരിക്കും കിട്ടിയിരിക്കുക അല്ലേ? സോ എന്ത് പറയാം? ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ? സോ മെനി, ഒത്തിരി കോഡ്സ് വരയ്ക്കാൻ പറ്റും അല്ലേ? അപ്പൊ അത് കിട്ടി. അപ്പൊ അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തിലേക്ക് വന്നേ. ഒരു പോയിന്റ്, സർക്കിളിലെ ഒരു പോയിന്റ് ചൂസ് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് എത്ര കോഡ്സ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും? ചോദ്യം മനസ്സിലായല്ലോ? സർക്കിളിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിന്റ് എടുക്കുക, ഒരു പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്യുക, ആ പോയിന്റിൽ നിന്ന് എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും? അതൊന്ന് വരച്ച് ഫിഗർ 2ൽ നിങ്ങൾ വരയ്ക്കണം. അത് ആദ്യം ഞാൻ ഇങ്ങനൊരു കോഡ് വരച്ചു. കോഡാണല്ലോ. അടുത്തത് ഏതാ? ഈ പോയിന്റ് ഫിക്സ്ഡ് ആക്കി വെക്കുക. ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് ഫിക്സ്ഡ് ആക്കി വെക്കാം. നമുക്കിത് ഈ പോയിന്റ് ഫിക്സ്ഡ് ആക്കി വെച്ചാൽ ഏതായിരിക്കും അടുത്തത്? അടുത്ത കോഡ് ഇങ്ങനെ വരയ്ക്കാം. അങ്ങനെ എത്ര എണ്ണം വരയ്ക്കാമെന്ന് നോക്കിയേ. ഇഷ്ടം പോലെ വരയ്ക്കാം അല്ലേ? കണ്ടോ? സോ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോ. ഇനി അടുത്തത്, നിങ്ങൾ സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തോ? എന്നിട്ട് അവിടുന്ന് എത്ര കോഡ്സ് വരയ്ക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പോയിന്റ് ചൂസ് ചെയ്തിട്ട് സർക്കിളിലെ പോയിന്റ്സിലേക്ക് നിങ്ങൾ ലൈൻസ് വരച്ചേ. അതായത് കോഡ് ഫോം ചെയ്യണം ആ വരയ്ക്കുന്ന ലൈൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റ് ചൂസ് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് ഞാൻ സർക്കിളിലേക്ക് ഒരു ലൈൻ വരച്ചിരിക്കുക. അതിലത് ഇത്രയും പോർഷൻ എന്താ? കോഡാണല്ലേ? സോ അങ്ങനെ എത്ര കോഡ്സ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും? ഔട്ട്സൈഡ് ദ സർക്കിൾ ഒരു പോയിന്റ് എടുക്കുക, അവിടെ നിന്ന് എത്ര ലൈൻസ് ഇങ്ങനെ അതിന്റെ ഒരു പാർട്ട് സർക്കിളിലെ കോഡായിട്ട് വരുന്ന രീതി വരയ്ക്കാൻ പറ്റും. ഒത്തിരി വരയ്ക്കാൻ പറ്റും അല്ലേ? നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരയ്ക്കാം, ഇതിൽ കൂടുതലും വരയ്ക്കാം. അപ്പൊ നമുക്ക് അവസാനം കിട്ടിയ ഫിഗർ ആണ് ഈ താഴെ കാണുന്നത്. ഫിഗർ 1ല് എല്ലാ കോഡ്സും സർക്കിളിലെ 2 പോയിന്റ്സ് ചൂസ് ചെയ്ത് നമ്മൾ കോഡ് വരച്ചു. ഫിഗർ 2ൽ എന്താ? സർക്കിളിലെ ഒരു ഫിക്സഡ് പോയിന്റ് എടുത്ത് അവിടുന്ന് കോഡ്സ് വരച്ചു. മൂന്നാമത്തെ ഫിഗർ എന്താ? സർക്കിളിന്റെ ഔട്ട്സൈഡിൽ നിന്ന് ലൈൻ സർക്കിളിലേക്ക് വരച്ചിട്ട് അതിന്റെ ഒരു പാർട്ട് സർക്കിളിലെ കോഡാവുന്നു. ഏത് രീതി വരച്ചാലും എത്ര കോഡ്സ് വരയ്ക്കാം? ഇഷ്ടം പോലെ കോഡ്സ് വരയ്ക്കാം. സോ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ. So there are some questions. All of you try to find the answer. First question, in a circle, how many chords can be drawn? Even if it from 2 fixed points or from a single fixed point or from outside the circle, how many chords can be drawn? So many chords can be drawn in a circle. Correct. And the next question, which is the longest chord in a circle? നിങ്ങൾ തന്നെ വരച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാണ് ഏതാണ് ലോങ്സ്റ്റ് കോഡ് എന്ന്. ഏതാ ലോങ്സ്റ്റ് കോഡ്? കറക്റ്റ്. ഡയമീറ്റർ ഈസ് ദ ലോങ്സ്റ്റ് കോഡ് വിച്ച് പാസസ് ത്രൂ ദ സെന്റർ ഓഫ് സർക്കിൾ ആണല്ലോ. ബാക്കി എല്ലാ കോഡ്സും ഡയമീറ്ററിനേക്കാളും ചെറുതാ. നിങ്ങൾക്ക് വേണേൽ മെഷർമെന്റ് എടുത്ത് നോക്കാം, അതായിരിക്കും ഏറ്റവും വലുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് ദ കോഡ്സ് മൂവ് എവേ ഫ്രം ദ സെന്റർ, വാട്ട് ഹാപ്പൻസ് ടു ദി ലെങ്ത് ഓഫ് കോഡ്? ഈ 3 ഫിഗർ അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. സെന്ററിൽ നിന്ന് കോഡ് അകലും തോറും എന്താ കോഡിന്റെ ലെങ്തിന് പറ്റുക? കറക്റ്റ്.
The length of chord decreases when it moves away from the center. Correct അല്ലേ? ഏത് ഫിഗർ എടുത്തു നോക്കിയോ, എല്ലാത്തിലും അങ്ങനെയാ. എപ്പോഴൊക്കെ സെൻട്രൽ നകന്നകന്ന് പോകുന്നു അപ്പോഴെല്ലാം ലെങ്ത് ഓഫ് കോഡ് കുറഞ്ഞു കുറഞ്ഞു വരിക ചെയ്യുന്നു. Now all of you interpret each of the figure. എന്ന് പറഞ്ഞാൽ ഓരോ ഫിഗർ എടുക്കുക. ഫിഗർ 1 എടുക്കുക. അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഫിഗർ 2, ഫിഗർ 3. ഫിഗർ 1 എടുത്തേ. ഈ വരച്ച കോഡ്സിന്റെ പ്രത്യേകത എന്താ? സർക്കിളിലെ 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത കോഡ്സ് ആണ് അത്. ആണല്ലോ. അതായത് 2 ഡിസ്റ്റിങ് പോയിന്റ്സ്. കോഡ് വരയ്ക്കുന്ന സർക്കിളിലെ പോയിന്റ്സ് തന്നെയാണ്. അതും നമ്മൾ വ്യത്യാസപ്പെട്ട കോഡ്സാണ് വരച്ചിരിക്കുന്നത്. ഒരു സിംഗിൾ പോയിന്റിൽ ഒന്നുമല്ല. 2 പോയിന്റ്സ് ചൂസ് ചെയ്ത് തന്നെ വരച്ചിരിക്കുന്നത്. സോ എന്ത് പറയാം നിങ്ങൾക്ക്? In figure 1, chords are drawn from 2 distinct points on a circle. And what about figure 2? Correct. In figure 2, chords are drawn from a single point. Yes. What about figure 3? In figure 3, chords are drawn from a fixed point outside. ഇത് ഫുൾ കോഡ് അല്ല, ഇതിന്റെ ഒരു പാർട്ടാണ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിലെല്ലാത്തിനും പ്രത്യേകത എന്താ? So many chords can be drawn and all the chords, the length of all the chords decreases as it moves away from the center. ഇതാണ് ഈ മൂന്നിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. Now I have one more question. What do you think? The chords at the same distance from the center are of the same length. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു സെന്ററിൽ നിന്ന് അകലും തോറും കോഡ്സിന്റെ ലെങ്ത് കുറയുന്നു. അത് കറക്റ്റ് ആണ്. എന്റെ പക്ഷെ ഇപ്പോഴത്തെ ക്വസ്റ്റൻ എന്താ? The chords at the same distance from the center are of same length. അങ്ങനെ ചോദിച്ചാൽ എന്താ? ഇപ്പൊ നിങ്ങൾ ഈ 3 ഫിഗർ നോക്കിക്കേ. ഇപ്പം ഇതാണ് നിങ്ങളുടെ ഡയമീറ്റർ എങ്കിൽ, അല്ലെങ്കിൽ ഡയമീറ്റർ എങ്കിൽ അത് കൂടാണല്ലോ നമ്മുടെ സർക്കിൾ സെന്റർ പാസ് ചെയ്യുക. സോ ഇതാണ് സെന്റർ എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഞാൻ ഇപ്പൊ ടിക്കിട്ട 2 ലൈൻസ് വരച്ചിരിക്കുന്നതെങ്കിൽ ഈ 2 കോഡ്സിന്റെ ലെങ്ത് സെയിം ആയിരിക്കുമോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ കേസ് കണ്ടോ? ഇതാണ് എൻ്റെ ഡയമീറ്റർ പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഞാൻ ഈ 2 ലൈൻസ് ഈക്വൽ ഡിസ്റ്റൻസിലാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ആ 2 ലൈൻസിന്റെ ലെങ്ത് സെയിം ആയിരിക്കുമോ? എന്ത് പറയുന്നു? ആയിരിക്കുമല്ലോ. വെറുതെ പറഞ്ഞാൽ പോരാ, വിത്ത് റീസൺ എനിക്ക് വേണം. അപ്പം ഇപ്പൊ ഞാനൊരു ഫിഗർ വരച്ചിരിക്കുന്നതുണ്ടോ? അതൊരു സർക്കിൾ ആണ്. അതിന്റെ സെന്റർ O ആണ്. ഈ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണ്. ഇപ്പൊ ഒരു 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ സർക്കിളിൽ നിന്ന് വരച്ചിരിക്കുന്ന 2 കോഡ്സ് ആണിത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ 2 കോഡ്സിന്റെ ലെങ്ത് സെയിം ആയിരിക്കുമല്ലോ? ഓക്കെ, കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്കപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. More specifically, let's try to prove that the chords at the same perpendicular distance from the center of a circle are equal. Here you can see a picture in which at the center of the circle be O, and these 2 lines are the perpendicular distance from the center to the chords. You can see 2 chords, and now we are going to prove or check whether the chords at the same perpendicular distance from the center of a circle are equal. So here this is perpendicular. Okay, so how will you proceed? I will give you some clues. First of all, join one end of each of the chord with center. Here, before that, let's name the chords as A, and let this be B, and this be C, D, and the point here will be M, and this be N. You can take any name for these points. So after joining one end of each of the chord with the center, how will your figure look like? It will look like this, isn't it? Now what you have got? Yes, you got 2 triangles. See, now my question is how you are going to prove that the chords are equal. That is, here what you need to find? Here you need to find AB equal to CD, isn't it? So to reach there, from where will you start? Okay, you consider the 2 triangles obtained. Before that, can you tell me that is the speciality or the relation between OM and AB? Yes, OM is drawn perpendicular to AB. And do you know any result regarding this?
Yes, correct. We have learned that if you draw a perpendicular from the center to a chord, then the line will bisect the chord, isn't it? So what can you say about AB now in terms of OM? OM bisects AB. So AM will be equal to MB, isn't it? Okay, similarly, what you can say? ON bisects CD. So CN will be equal to ND, isn't it? Okay. So before proceeding to the proof, let's write what the things given. So we have a circle with center O and two chords AB and CD. Then after joining the figure or after completing the figure, we have two right triangles. Is that clear about right triangle? Yes. Which are they? Triangle AMO and triangle CNO. Correct. Is there anything else given? Yes. OM and ON are same perpendicular distance from center to chord. Okay. So what can you say about OM and ON? Yes, OM equal to ON. Good. So these are the things given. And what you have to prove? We have to prove that the two chords are equal. Which are the two chords? AB and CD. So it is enough to show that AB equal to CD. Now, we have already said that OM and ON are completed. Perpendicular distance from center to the chord, isn't it? So what can you say? We have already discussed that point. So what you get? OM bisects AB, so correct. AM will be equal to MB, and which is equal to, can you relate it in terms of AB? Yes, half of AB. Good. And what about CN and ND? Yes, both are equal and both are equal to half CD. Now my question is, in order to show that AB and CD are equal, what is necessary to show? Or what is sufficient to show that? Show. Yes. If we can show that. ഇപ്പം നോക്കിയേ, AM equal to MB ആണ്, CN equal to ND ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ AM ഉം CN ഉം ഈക്വൽ ആണെന്ന് കാണിച്ചാൽ എന്താ? AM ഉം CN ഈക്വൽ ആണെങ്കിൽ AM തന്നെയാണ് MB, CN തന്നെയാണ് ND. അപ്പോൾ MB യും ND യും ഈക്വൽ ആകുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി AB യും CD യും എന്താവും? ഈക്വൽ ആവും. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രൂഫിലേക്ക് എത്തുക. കിട്ടിയോ? പോകുന്ന രീതി മനസ്സിലായല്ലോ. ഇനി എങ്ങനെ നിങ്ങൾ അതിലേക്ക് എത്തും? എല്ലാം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ കണക്കുകൾ ചെയ്തതാണ് ഏത് പ്രൊസീജിയറിൽ കൂടി നമ്മൾ പോകുന്നതാണ്. ആദ്യം എന്താ കൺസിഡർ ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞത് നമുക്കൊന്ന് സെന്റൻസ് ആയിട്ട് എഴുതാം. സോ ഇഫ് വി ക്യാൻ ഫൈൻഡ് AM ഈക്വൽ ടു CN ഓർ MB ഈക്വൽ ടു ND, what we can say? Yes, we can say that the two chords are equal. That is AB equal to CD. So this is how we prove this. So what we need to consider first? Yes, consider the two right triangles. Which are they? Triangle AOM and triangle CON. Good. Now, analyze these two and tell me which of them are equal. OA. Look at OA in triangle AMO, which is equivalent to, yes, CO or OC. And the reason is radii of the same circle, isn't it? In terms of right triangle, that side is hypotenuse. Is that clear? Okay. And what about next side? Correct. OM equal to ON, because it's the same perpendicular distance which is given in the question. So it is enough to write given. And according to right triangle, which is that? Let's take it as base. If you take it as height also, that is correct. See, what about the third side? Third side ആണ് നമുക്ക് കാണിക്കേണ്ടത്. AM CN ഈക്വൽ ആണ്. നമുക്ക് നമ്മൾ പ്രൂഫ് ചെയ്യാൻ വേണ്ടി പോകും. നമുക്ക് കിട്ടുമോ നോക്കാം. ഒന്ന് തേർഡ് സൈഡിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല ഇപ്പം. വാട്ട് അബൌട്ട് ആംഗിൾസ്? ഒരു ആംഗിൾ 90 ഡിഗ്രി എന്നറിയാം അല്ലേ? പക്ഷെ ആ ആംഗിള് കിടക്കുന്ന എവിടെയാ? നമ്മുടെ ഹൈറ്റിന്റെ ബേസിനെ അടയ്ക്കാം. അല്ലാതെ വേറെ ഏതെങ്കിലും ആംഗിളിനെ കുറിച്ച് നമുക്ക് അറിയാമോ?
ഇല്ല, ഒന്നും അറിയത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസിലേക്ക് വരാം. ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസിലെയും ഹൈപ്പോട്ടന്യൂസും ബേസും എന്താണ്? സെയിം ആണ്. അങ്ങനെ ആണെങ്കിൽ എന്റെ ചോദ്യം, മൂന്നാമത്തെ സൈഡ് ഏതാ? ഹൈറ്റ്. ഹൈറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കും? ഒന്നുകൂടെ ആലോചിച്ച്. ഇൻ ബോത്ത് ട്രയാങ്കിൾസ് ഹൈപ്പോട്ടന്യൂസ് ആൻഡ് ബേസ്, അതായത് ഹൈപ്പോട്ടന്യൂസും ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? വൺ പെയർ ഓഫ് പെർപെൻഡിക്കുലർ സൈഡ് ആണ് ബേസ് എന്ന് പറയുന്നത്. അതെന്താണ്? ഈക്വൽ ആണ്. സോ ഹൈപ്പോട്ടന്യൂസും ബേസും ഈക്വൽ ആണെങ്കിൽ എന്താണ് ഹൈറ്റ്? ആലോചിച്ചിട്ട് ഉത്തരം പറയാം. Okay, I will give you a clue. Whenever we have a height or base and hypotenuse, we relate it with a result. And which is that? Correct, Pythagoras theorem. ഇപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഒരു റൈറ്റ് ട്രയാങ്കിൾ, രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട്, അതിന്റെ ബേസും ഹൈപ്പോട്ടന്യൂസും സെയിം ആണെങ്കിൽ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? പൈതഗോറസ് തിയറം യൂസ് ചെയ്ത്. അപ്പോൾ ഉറപ്പായിട്ടും ഹൈറ്റ് എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? സോ ബൈ പൈതഗോറസ് തിയറം the third sides are also equal. In this case the height is equal. So ഇവിടെ height എന്ന് പറഞ്ഞ ഏതാ? AM ഉം CN ഉം. So AM will be equal to CN. And this can be taken as equation number 1. Okay. Now, how will you show that the two chords are equal? You have reached AM and CN are equal, which is a part of the chord. And what about the remaining? We have already discussed AM equal to MB equal to half AB, CN equal to ND equal to half CD. So relate it with that. Yes, as we have AM equal to half AB because yes, OM is perpendicular to AB. Similarly, what about CN? CN is half of CD. Reason? Since ON is perpendicular to CD. Okay, then from 1 we have AM equal to CN. So, yes, half AB equal to half CD. If half of AB and CD are equal, AB and CD will be equal, isn't it? So what we got? AB equal to CD. And what is this AB and CD? The two chords. So what we got at finally? The chords AB and CD, which are at the same perpendicular distance, that is OM and ON, from the center O of the circle are equal and hence proved. So നമുക്ക് എന്ത് കിട്ടിയെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. ഒരു സർക്കിളില് അതിന്റെ സെന്ററിൽ നിന്ന് ഈക്വൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ, ഇനി തൊട്ട് ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറയത്തേ ഉള്ളൂ, ഈക്വൽ ഡിസ്റ്റൻസിൽ രണ്ട് കോഡ്സ് വരച്ചാൽ ആ രണ്ട് കോഡ്സ് ഈക്വൽ ലെങ്ത് ആയിരിക്കും. അത് ഒബ്വിയസ് ആണ്, ആ വരയ്ക്കുന്ന ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന്. ഈ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെന്റർ ആയിരിക്കണം, സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം, അങ്ങനെ ഈക്വൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കണം, അങ്ങനെ കിടക്കുന്ന രണ്ട് കോഡ്സിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. ഈ ഒരു റിസൾട്ട് തറവാക്കണം. So the result we have seen can be generalized as the chords at the same distance from the center are of same length. അപ്പം സെന്ററിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലാണെങ്കിൽ ആ രണ്ട് കോഡ്സിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്.